കേരളത്തിലെ സോളാർ പദ്ധതിയെ മുളയിലെ നുള്ളാൻ ഇലക്ട്രിസിറ്റി ബോർഡും റെഗുലേറ്ററി കമ്മീഷനും കഴിയുന്നത്ര ശ്രമിക്കുമ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ നിന്ന് ലഭിക്കുന്ന വാർത്ത ജനങ്ങളെ ഏറെ കുളിരണിയിക്കുന്ന. കർണാടകത്തിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നവർക്ക് അധികൃതർ ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ്. അറിവില്ലാത്തതിനാലും പലവിധ കാരണങ്ങളാലും ഈ പുരപ്പുറ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നവരെ ആകർഷിക്കാൻ കർണാടക സർക്കാർ സോളാർ പദ്ധതി മൊത്തത്തിലൊന്ന് ഉടച്ചു വാർത്തു. അവർക്ക് വൻ ഓഫറുകൾ നൽകിയിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും പാനൽ വെക്ക്. ഡിസ്ട്രിബ്യൂട്ടഡ് സോളാർ PV പ്ലാന്റുകൾ DSPV എന്നാണ് അവിടെ അവർ നടപ്പാക്കിയിരിക്കുന്ന പുതിയ പദ്ധതിയുടെ പേര്. ഇതെങ്ങനെയാണെന്നറിയോ? കേട്ടാൽ ചിരി വരും. ഇവരെവിടേക്കാണ് പാനലുകൾ വെക്കുന്നതെന്നറിയാമോ? മേൽക്കൂരകളിൽ മാത്രമല്ല, കെട്ടിടങ്ങളുടെയും അപ്പാർട്ട്മെന്റുകളുടെയും ചുമരുകളിലും കാർപോർച്ചുകളിലും നിലത്ത് തുറസായ സ്ഥലങ്ങളിലും വരെ പാനലുകൾ വെച്ചോളാൻ പറയുക. വെക്കാവുന്നിടത്തെല്ലാം വെച്ചോളാൻ അനുവാദം കൊടുത്തിരിക്കുക. സൂര്യപ്രകാശം തടസ്സമില്ലാതെ വീഴണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനോടൊപ്പം വെർച്വൽ നെറ്റ് മീറ്ററിംഗ്, ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് എന്നിവയുടെ ലാഭകരമായ താരിഫുകൾ ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം ജൂലൈ 1 മുതൽ കമ്മീഷൻ ചെയ്ത എല്ലാ പ്രൊജക്ടുകൾക്കും ഇത് ബാധകമായിരിക്കുമെന്ന് പറയുന്നു. അടുത്ത 25 വർഷത്തേക്ക് ഇതിന് സാധുതയും ഉണ്ടായിരിക്കും. ഇനി സ്വന്തം വീട്ടിലോ വസ്തുവിലോ സോളാർ പാനൽ സ്ഥാപിക്കാൻ സ്ഥലമില്ലാത്തവർക്ക്, അതിന് കഴിയാതിരിക്കുന്നവർക്ക് മറ്റിടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന പാനലുകളിൽ നിന്നുള്ള വൈദ്യുതി പങ്കിടാനുള്ള അനുവാദവും അവർ നൽകിയിട്ടുണ്ട്. ഇവിടെ ആണല്ലോ വലിയ വലിയ കേസുകളൊക്കെ പറഞ്ഞ് സാറന്മാർ വരുന്നത്. അവിടെ അങ്ങനെ ചെയ്യാം. അതുപോലെ ഒന്നിലധികം അക്കൗണ്ടുകളുള്ള ഒരു ഉപഭോക്താവിന് അയാളുടെ അക്കൗണ്ടുകൾക്ക് കീഴിലുള്ള പ്ലാന്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ എല്ലാം സംയോജിപ്പിക്കാനും ആ ഉപഭോക്താവിന്റെ മുഴുവൻ വൈദ്യുത ബില്ലുകളുമായി അതിനെ ബന്ധപ്പെടുത്താനുമുള്ള സൗകര്യവും അവിടുത്തെ സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ സാറന്മാർ ഇതൊക്കെ വല്ലതും കേൾക്കുന്നുണ്ടോ ആവോ? കേൾക്കത്തില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഉപഭോക്താക്കൾക്ക് 10 കിലോ വാട്ട് വരെ യൂണിറ്റിന് 3.86 രൂപയും 10 കിലോ വാട്ടിന് മുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് യൂണിറ്റിന് 3.8 രൂപയും ലഭിക്കും. സൗരോർജ്ജ പദ്ധതികൾക്ക് നിലവിലുള്ള താരിഫ് ഘടന കണക്കിലെടുക്കുമ്പോൾ ഇത് വളരെ മാന്യമായ താരിഫാണെന്നാണ് വിദഗ്ധരായവർ വിലയിരുത്തുന്നത്.